അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വീടുകളിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വേസ്റ്റ് കുഴി നിറഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം പോകാതെ വരുന്ന അവസ്ഥ. അതായത് ഇത് വേസ്റ്റ്, അതായത് ടോയ്ലറ്റിൻ്റെ ഫ്ലോർ വേസ്റ്റ് പോകുന്ന കിച്ചൺ സിങ്കിൻ്റെ അതിൽ നിന്ന് വെള്ളം പോകാതെ വരുന്ന അവസ്ഥ. കാരണം വേസ്റ്റ് കുഴി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും വെള്ളം വരാനുള്ള ചാൻസ് കുറവാണ്. വെള്ളം വരുമെങ്കിലും അത് ബ്ലോക്കായ ഒരു അവസ്ഥയിലായിരിക്കും വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു പഴയ കുഴി നിറഞ്ഞാലുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത്, അതായത് ആ ഒരു കാമ്പൗണ്ടിൽ തന്നെ ഏതെങ്കിലും സ്ഥലമുള്ള ഏരിയയിലോട്ട്, അത് വളരെ ദൂരെ അല്ലാത്ത രീതിയിൽ അടുത്തൊരു കുഴിയെടുക്കുക. സമാന്തരമായൊരു കുഴിയെടുത്തതിന് ശേഷം നമ്മൾ പഴയ കുഴിയിൽ നിന്ന്, അതായത് ഒരു ഓവർഫ്ലോ പൈപ്പ് പുതിയ കുഴിയിലേക്കാണ് അടിച്ചു കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ രണ്ട് ടാങ്കുകളും തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ, അതായത് പുതിയ കുഴിയിലോട്ട് ഓവർഫ്ലോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കുഴിയുടെ ഇൻലെറ്റ് പൈപ്പിൽ നിന്ന് കുറച്ച്, അതായത് 2 സെൻറ്റിമീറ്ററെങ്കിലും താഴ്ന്ന് വരത്തക്ക രീതിയിലായിരിക്കണം പൈപ്പ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ വെച്ചതിന് ശേഷം പൈപ്പിൻ്റെ 2 വശങ്ങളിലും കോൺക്രീറ്റ് ഇട്ട് നല്ല രീതിയിൽ തന്നെ സീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പുതിയ കുഴി എടുത്ത്, അതായത് പുതിയ കുഴി എടുക്കുമ്പോൾ തന്നെ ഒരു മെറ്റൽ, അതായത് ഡയറക്റ്റായിട്ട് വെള്ളം ഈ മണ്ണിൽ പിടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മെറ്റലോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അബ്സോർവേഷൻ കപ്പാസിറ്റി കൂടുന്നതായിരിക്കും വെള്ളത്തിൻ്റെ. വേസ്റ്റ് കുഴിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന വെള്ളമൊക്കെയാണ്. കുളിക്കുന്ന വെള്ളത്തിൽ കൂടുതലും ഈ സോപ്പ് വെള്ളത്തിൻ്റെ കെമിക്കൽസാണ്. ഈ കെമിക്കൽസ് വരുമ്പോൾ തന്നെ ഈ മണ്ണിന് മേലെ വന്നിട്ട് ഒരു ലെയറായിട്ട് ഇത് വരികയും ചെയ്യും. അതായത് ഈ ഒരു കെമിക്കൽസ് എല്ലാം കൂടെ അടിഞ്ഞൊരു ലെയറായിട്ട് രൂപാന്തരപ്പെടും കാലക്രമേണ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അബ്സർവേഷൻ കപ്പാസിറ്റി കുറയും. അത് മണ്ണിലോട്ട് വെള്ളം പിടിക്കാതെ വരുന്ന അവസ്ഥ വരും. അതാണ് പെട്ടെന്ന് കുഴി നിറയാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചിപ്സ്, ഒരു 4-5 കനത്തിന് മെറ്റൽ ചിപ്സ് അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അതായത് വെള്ളം മണ്ണിൽ പിടിക്കുന്ന കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്